Hi friends, നമസ്കാരം. വെൽക്കം ടു റിച്ചസ് ക്രിയേഷൻ. ബി ഹാപ്പി ഓൾവേസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ റെസിപ്പി പനീർ ഫ്രൈ ആണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്തോളൂ. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തോളൂ. പെപ്പർ പൗഡർ 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തോളൂ. ഉപ്പ് ആവശ്യത്തിനുള്ളത് ആഡ് ചെയ്തോളൂ. കരിവേപ്പില ചോപ്പ് ചെയ്തത് 2 കരിവേപ്പിലിൻ്റെ ഇല ചോപ്പ് ചെയ്തത് ആഡ് ചെയ്തോളൂ. ലെമൺ 1/2 ടീസ്പൂൺ ലെമൺ അതിലേക്ക് നമുക്കൊന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം, പിഴിഞ്ഞ് കൊടുക്കാം. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്തോളൂ. ഇനി നന്നായിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് മതിയാവും. നന്നായിട്ട് നമുക്ക് കലക്കി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 400 ഗ്രാം പനീറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. നമുക്ക് പനീറെ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 30 മിനിറ്റ് നമുക്കിതിനെ മാരിനേറ്റ് ചെയ്യാൻ എടുത്ത് വയ്ക്കാം. ഒരു പാൻ എടുത്തോളൂ. അതിലേക്ക് പനീർ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്തോളൂ. ഞാൻ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്തില്ല. ജസ്റ്റ് ആവശ്യത്തിനുള്ള എണ്ണ മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിലും എണ്ണയിലിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണെങ്കിലും എടുക്കാം. ഇതുപോലെ നമുക്ക് പനീർ ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയായ പനീറാണ്. ഞാൻ എരിവ് കുറച്ചേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സും ഒരു 1/2 ടീസ്പൂണും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നല്ല ഇനിയും എരിവുണ്ടാവും. സോ ഞാൻ മുളക് പൊടി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഒരു 1.5 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്തോളൂ. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. നമുക്ക് ഇതുപോലെ നന്നായിട്ട് 4 സൈഡും നന്നായിട്ടൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തോളൂ. സോ നന്നായിട്ട് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആകണം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ വേഗം കരിയാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ പനീർ റെഡിയായി. ഇനി ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നോക്കൂ, നല്ല ടേസ്റ്റി ആൻഡ് യമ്മി പനീർ ഫ്രൈ റെഡി ടു സെർവ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ലഭിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കും. ഇനി നല്ലൊരു റെസിപ്പിയായി വീണ്ടും കാണാം. ബി ഗുഡ് ആൻഡ് ഡു ഗുഡ്. ടേക്ക് കെയർ. താങ്ക് യു. ബൈ. കീപ് സ്മൈലിംഗ്.